പഴയകാല സൂപ്പർ മിമിക്രി ആർട്ടിസ്റ്റും നടനുമായിരുന്ന അബിയുടെ മകൻ എന്നതിലുപരി തെന്നിന്ത്യൻ സിനിമയിലെ യുവനടന്മാരിൽ പ്രധാനിയായി വളർന്നിരിക്കുകയാണ് ഷെയ്ൻ നിഗം. നിരവധി ഹിറ്റ് സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചെങ്കിലും ഇടയ്ക്ക് ചില വിവാദങ്ങൾ ഉണ്ടായത് നടൻ്റെ കരിയറിനെയും ബാധിച്ചിരുന്നു. കുറേയൊക്കെ ഷെയ്നിൻ്റെ എടുത്തുചാടിയുള്ള പെരുമാറ്റവും പക്വതയില്ലാത്ത ചില മറുപടികളും കാരണം സംഭവിച്ചതാണ്. ഉണ്ണിമുകുന്ദൻ ഫിലിംസിൻ്റെ ചുരുക്കപ്പേരായ UMF എന്ന പേരിനെ ഷെയ്ൻ പരിഹസിച്ചതും വിവാദമായി മാറിയിരുന്നു. എന്നാൽ മനഃപൂർവ്വം ചിലർക്ക് ഈ നടൻ്റെ കരിയർ തകർക്കാനായി ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പൊങ്കലിനോട് അനുബന്ധിച്ച് ഷെയ്ൻ നായകനാകുന്ന തമിഴ് ചിത്രം മദ്രാസുകാരൻ ജനുവരി 10 റിലീസായിരുന്നു. പക്ഷേ സിനിമയ്ക്കെതിരെ മോശമായ പ്രതികരണം വരുന്നതോടെ ആരും ഹേറ്റ് പ്രചരിപ്പിക്കരുതെന്ന് പറയുകയാണ് ഷെയ്ൻ നിഗം. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതുമാത്രം പ്രചരിപ്പിക്കുക, അല്ലാതെ വെറുപ്പ് പ്രചരിപ്പിക്കരുത്. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോകും. അങ്ങനെ ഒരു സീനിലാണ് ഞാൻ നിൽക്കുന്നത്. എല്ലാവരും സഹായിക്കണം, ജെന്യുവിനായ സപ്പോർട്ട് വേണം, നല്ലതാണെങ്കിൽ നല്ലത് എന്ന് പറയുക, അത് മാത്രം മതി. ആരെങ്കിലും മനഃപൂർവ്വം തകർക്കാൻ നോക്കുന്നുണ്ട് എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളെല്ലാവരും ആലോചിച്ച് നോക്കൂ, അപ്പോൾ മനസ്സിലാകും. എന്തായാലും ദൈവം ഉണ്ട്, നീതി തന്നെ നടപ്പിലാവും. ആ വിശ്വാസം തനിക്കുണ്ടെന്നും ഷെയ്ൻ നിഗം പറയും. ഈ സിനിമയ്ക്കെതിരെ സംഘപരിവാർ അണികൾ പോലും വെറുക്കുന്ന കടുത്ത ഹിന്ദുത്വവാദിയായ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് നിരന്തരം നെഗറ്റീവ് പോസ്റ്റുകൾ ഇട്ടിരുന്നു. സിനിമയെ വിലയിരുത്തിയല്ല, ഒരു മുസ്ലിം അഭിനയിക്കുന്ന സിനിമ പരാജയപ്പെടണം എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രമാണ് അതിന് പിന്നിലുള്ളത്. കലാഭവൻ അബിയുടെ മൂത്ത മകനായ ഷെയ്ൻ നിഗം ചെറിയ പ്രായത്തിൽ തന്നെ പല റിയാലിറ്റി ഷോകളിലൂടെ ശ്രദ്ധ നേടിയിരുന്നു. കിസ്മത്ത് എന്ന സിനിമയിലൂടെ ഷെയ്ൻ നിഗം പിന്നീട് നായകനായി. തൻ്റെ മകനെ സിനിമയിൽ നായകനായി കണ്ടതിന് ശേഷമായിരുന്നു അബി ഈ ലോകത്തോട് വിട പറഞ്ഞത്. പലരും അബിയെ സിനിമയിൽ ഒതുക്കിയെന്ന ആരോപണം പണ്ട് മുതലേ നിലനിന്നിരുന്നു. എന്നാൽ അത്രയ്ക്ക് അഭിനയശേഷിയൊന്നുമുള്ള ആളായിരുന്നില്ല അബി, അത് സത്യമാണ്. മിമിക്രിയിലാണെങ്കിൽ അദ്ദേഹം തിളങ്ങുന്ന ഒരു താരം തന്നെയായിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുന്നതിനിടെയാണ് ഷെയ്ൻ നിഗത്തിനും വിവാദങ്ങളെ നേരിടേണ്ടി വന്നത്. നടനെതിരെ നിർമ്മാതാക്കൾ പരാതിയുമായി വരികയും അദ്ദേഹത്തെ സിനിമയിൽ നിന്നും വിലക്കിയ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ലിറ്റിൽ ഹാർട്ട്സ് എന്ന സിനിമയാണ് അവസാനമായി മലയാളത്തിൽ പുറത്തിറങ്ങിയ ഷെയ്ൻ നിഗമിൻ്റെ സിനിമ. എടുത്തുചാട്ടവും പക്വതയില്ലാത്ത പെരുമാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും നടൻ എന്ന നിലയിൽ അംഗീകരിക്കേണ്ട ആൾ തന്നെയാണ് ഷെയ്ൻ നിഗം. ഭൂതകാലം, RDX, കൊറോണ പേപ്പേഴ്സ്, കുമ്പളങ്ങി നൈറ്റ്സ്, അന്നയും റസൂലും, പറവ, ഇഷ്ക് എന്നിങ്ങനെ അഭിനയിച്ച സിനിമകളിലെ ചെറുതും വലുതുമായ വേഷങ്ങൾ ഗംഭീരമാക്കിയ ആളാണ് ഷെയ്ൻ നിഗം. ഇപ്പോൾ മദ്രാസുകാരൻ എന്ന സിനിമയെ മദ്രസക്കാരൻ ആക്കാൻ ശ്രമിക്കുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും വ്യക്തമായി തന്നെ മനസ്സിലാക്കാനും കഴിയും. അതിന് പിന്നിൽ ആരാണെന്നും കൂടെ ചിന്തിക്കുക.